നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് മാനസികമായിട്ട് സ്വല്പം സമാധാനക്കേട് അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ ഉപോത്ബലകമായി തീരുവാനും ഈ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനും ഉപകരിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് സ്വയമേവ തയ്യാറാകുന്നത് വഴി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വഴിയൊരുക്കും. തൊഴിൽ മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച പോലെ നേട്ടമില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചും വ്യാപാര മേഖലകളിൽ വിറ്റുവരവുള്ള വിഭാഗം നിലനിർത്താനും കൂടുതൽ വിപുലീകരിക്കാനും തീരുമാനിക്കുവാനും മറ്റ് വിഭാഗങ്ങളെല്ലാം തന്നെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനും സാധ്യതയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള അവസരം വന്നു ചേരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 7-8 മാസമായിട്ട് എല്ലാ കാര്യങ്ങളിലും അശ്രാന്ത പരിശ്രമം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇനി 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനൊരു പരിണത ഫലം ഉണ്ടാകും. പിന്നീട് ഈ നില തുടർന്നു പോകാൻ സാധിക്കും എന്ന സൂചനകൾ ലഭിച്ചതുവഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലെത്തിച്ചേർന്ന് വ്യാപാരം തുടങ്ങിയാലോ എന്ന ധാരണ പലപ്പോഴും ഉണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ജന്മനാട്ടിൽ ഈ ഉദ്ദേശിച്ച ജോലി അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുകയില്ല എന്ന നല്ല നിർദ്ദേശം സ്വീകരിക്കുന്നതിന്റെ പക്ഷം വിദേശത്ത് നിന്നും ജന്മനാട്ടിലേക്കുള്ള യാത്ര തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഒരുപക്ഷെ തന്റെ ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ജോലി മറ്റു പട്ടണത്തിൽ ലഭിക്കുവാനോ ദൂരദേശവാസത്തിനോ യോഗം കാണുന്നുണ്ട്. എന്നാൽ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. വാത ഉദര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു മാസത്തിൽ കൂടുതൽ വർദ്ധിക്കുവാനും ഒരുപക്ഷെ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പലപ്പോഴും പുരാണം, ഇതിഹാസം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചും വളരെ കൃത്യമാണ് എന്ന വിലയിരുത്തലോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഒരു അറിവ് നേടി ഒരു മിതത്വത്തോടുകൂടിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയും സ്വല്പം ആധ്യാത്മികമായുള്ള ചിന്തകളോടുകൂടി ബന്ധപ്പെട്ടും പ്രവർത്തിക്കാനും അതിനെല്ലാം ഉപരിയായിട്ട് ജീവിതത്തിനെ ഉൾപ്പെടുത്തുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഉന്നതരുടെ ശുപാർശയിൽ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അധിവാസ ഭൂമിയോട് അനുബന്ധമായിട്ടുള്ള ഭൂമി ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള വിലയ്ക്ക് വാങ്ങുവാൻ തീരുമാനിക്കും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ ആയതുകൊണ്ട് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും സ്വീകരിക്കുവാനും അഹോരാത്രം പ്രവർത്തിക്കാനും തീരുമാനിക്കും. ഒരുപക്ഷെ ഈ ഫെബ്രുവരി മാസത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകാത്തക്കവണ്ണം ദൂരദേശത്ത് വാസത്തുള്ള ജോലിയാണ് എന്നുള്ളവർക്ക് ഈ ഒരു മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ കുറവാകുവാൻ തന്നെയാണ് യോഗമുള്ളത്. വിതരണ വിപണന മേഖലകളിൽ ധ്രുവീകരണം എന്ന നിലയിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വഭാവവിശേഷത്താൽ അബദ്ധങ്ങളെ പലതിനെയും അതിജീവിക്കാൻ അവസരം വന്നു ചേരും.
അർത്ഥശൂന്യമായിട്ടുള്ള ആശയങ്ങളെ അതിജീവിക്കുവാനായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ദേവാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾക്കും സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കുവാനും പകർച്ചവ്യാധിയുടെ അനന്തരമായിട്ടുള്ള അസുഖങ്ങളെ അതിജീവിക്കുവാനുമായിട്ട് ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾക്ക് ഹോമിയോ, ആയുർവേദം, പ്രകൃതി ചികിത്സ എന്നിവയ്ക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. തീർത്തും അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. ഇതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ആത്മവിശ്വാസം കൈവെടിയാതെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ടും അവലംബിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി വളരെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ 5-8 മാസം ആയിട്ട് ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ കൂടുതൽ പണം മുതൽമുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരുപക്ഷെ 3 മാസത്തിൻ്റെ ഉള്ളിൽ ലാഭം ലഭിക്കുന്ന വിധത്തിലുണ്ടായിരിക്കാം. അല്ലാത്ത നിലയിൽ 2026, 2027 എന്നീ കാലങ്ങളിൽ ലാഭം ലഭിക്കുന്ന വിധത്തിൽ, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ ഏറ്റെടുക്കുവാനോ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനായിട്ട് ഒരുവിധമൊക്കെ പണി കഴിഞ്ഞിട്ടുള്ള വീട് തന്നെയാണ്. 3 മാസത്തിനുള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ വാങ്ങിക്കുവാൻ തീരുമാനിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. പാരമ്പര്യ പ്രവൃത്തികൾക്കും പൗരാണിക പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ മിതത്വത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 5-6 മാസത്തിന് മുമ്പ് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ രൂപരേഖ തയ്യാറാക്കുവാൻ സാധ്യത കാണുന്നു. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കഴിഞ്ഞ 7-8 മാസമായിട്ട് വന്നു ചേരുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാൻ, സൗകര്യപ്രദമായിട്ടൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും സർവകാര്യങ്ങളിലും സ്വീകാര്യതയും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യത കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. പല വിധത്തിലുള്ള മാനസികമായുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും യോഗയും പ്രാണായാമമൊക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി
ചില ജോലിക്കാരിൽ നിന്നും അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഭദ്രതയില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കുവാനായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അവസരം വന്നു ചേരും. ഇതാണ് ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.